ദേശീയ അന്വേഷണ ഏജൻസിയുടെയും കസ്റ്റംസിന്റെയും അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ എത്തിയിട്ടുണ്ട്. ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കാൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രിയുടെ നടപടി സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ലോകത്തിനു മുമ്പിൽ കേരളത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും IT സെക്രട്ടറിയും ഇപ്പോൾ ഈ കേസിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു. ഈ കേസിലെ പ്രധാന പ്രതികൾക്കെല്ലാം എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് സ്വർണ്ണക്കള്ളം കടത്ത് കേസിലെ പ്രധാന പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുപ്രധാനമായിട്ടുള്ള ഒരു പദവി ലഭിച്ചത് എന്നുള്ളത് പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ IT ഫെലോയാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് തിരുവനന്തപുരത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഫ്ലാറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 2 ഉദ്യോഗസ്ഥന്മാർ, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള വ്യക്തികൾ, മുഖ്യമന്ത്രിയുടെ എല്ലാ ഇടപാടുകളും അറിയുന്ന 2 വ്യക്തികൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആരോപണ വിധേയരായിട്ടും തന്റെ ഓഫീസിൽ ഇതിന് യാതൊരു പങ്കുമില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ത് നടക്കുന്നു എന്ന് അറിയാത്ത മുഖ്യമന്ത്രി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷിതത്വം ഏറ്റെടുത്ത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ 2 ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഇതുപോലെ നിരവധി ആളുകൾ ഇത്തരം അഴിമതികളിലും തട്ടിപ്പുകളിലും കൊള്ള സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളക്കാരുടെ ഒരു കൂടാരമായി മാറിയിരിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയ സംഘങ്ങളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുകയാണ്. കൊള്ള സംഘങ്ങളും മാഫിയ സംഘങ്ങളുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് കുമിഞ്ഞുകൂടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള രവീന്ദ്രൻ, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ IT വകുപ്പിൽ നടന്ന എല്ലാ നിയമനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയുള്ള ശ്രീ രവീന്ദ്രൻ, ശ്രീ അരുൺ ബാലേന്ദ്രൻ, ശ്രീ ശിവശങ്കർ, ഇവർ 3 പേരും അറിഞ്ഞുകൊണ്ടാണ് ഈ അനധികൃത നിയമനങ്ങളെല്ലാം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ശ്രീ രവീന്ദ്രൻ അറിയാതെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറും IT ഫെലോ അരുൺ ബാലേന്ദ്രനും ഈ അഴിമതികൾ നടത്തില്ല. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പിന്നെയും കൂടുതൽ ആളുകൾക്ക് ഈ കൊള്ള സംഘവും അഴിമതി സംഘവുമായിട്ട് ബന്ധമുണ്ട്. റൈസ് വാട്ടർ കൂപ്പർ ഹൗസിനെ മാറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. റൈസ് വാട്ടർ കൂപ്പർ ഹൗസിനെതിരായി ഗുരുതരമായ ആരോപണങ്ങളെല്ലാം വന്നപ്പോഴും മുഖ്യമന്ത്രി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. റൈസ് വാട്ടർ കൂപ്പർ ഹൗസിനെ കൺസൾട്ടൻസി സ്ഥാനത്ത് നിന്ന് മാറ്റിയതുകൊണ്ട് എന്താ പ്രയോജനം? റൈസ് വാട്ടർ കൂപ്പർ ഹൗസിന്റെ മറവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും IT വകുപ്പിലും സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ നടന്ന എല്ലാ നിയമനങ്ങളും റദ്ദാക്കണം. അല്ലാതെ കളങ്കിതരായിട്ടുള്ള കുറ്റാരോപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തെ കൺസൾട്ടൻസിയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രം മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും IT വകുപ്പിലും സംസ്ഥാനത്തെ വിവിധ മന്ത്രാലയങ്ങളിലും ഈ ഏജൻസിയുടെ മറവിൽ നടന്ന നിയമനങ്ങൾ എത്രയുണ്ടെന്നും അത് ഏതൊക്കെയാണെന്നും
മുഖ്യമന്ത്രി വെളിപ്പെടുത്താൻ തയ്യാറാണ്. ആ നിയമനങ്ങൾ മുഴുവൻ മരവിപ്പിക്കണം. അവരെല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിന് അങ്ങോട്ട് ലിസ്റ്റ് കൊടുത്ത് അവർ വഴി നടത്തിയ നിയമനങ്ങളാണ് ഇതെല്ലാം. ഈ നിയമനങ്ങളെല്ലാം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് നടത്തിയത്. മാധ്യമ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അരുൺ ബാലചന്ദ്രൻ ഇപ്പോൾ ഇല്ല, സർക്കാരിന്റെ ഭാഗമല്ല എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇത്തരം ഒരു പച്ചക്കള്ളം പൊതുജനങ്ങളുടെ മുഖത്ത് നോക്കി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നത്? സംസ്ഥാന ഗവൺമെന്റിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ഈ ആളുകളാണ് കള്ളക്കടത്തിനും തട്ടിപ്പിനും മാഫിയ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ആളുകളെ മുഴുവൻ പുറത്തു കളയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണം. ആരായിരുന്നു മുഖ്യമന്ത്രിക്ക് അരുൺ ബാലചന്ദ്രൻ? ആരായിരുന്നു മുഖ്യമന്ത്രിക്ക് ശ്രീ എം ശിവശങ്കർ? ആരാണ് മുഖ്യമന്ത്രിക്ക് രവീന്ദ്രൻ? ഇവരെല്ലാവരും ചേർന്നാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ കേരളത്തിൽ നടത്തിയത്. ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും ഒത്താശയോടും കൂടിയാണ്. നിൽക്കക്കള്ളിയില്ലാതെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. സസ്പെൻഷൻ നടപടി ആത്മാർത്ഥതയോടുകൂടിയുള്ളതാണെങ്കിൽ ശിവശങ്കറിനെതിരായിട്ട് ഒരു ക്രിമിനൽ കേസെടുക്കാനുള്ള ധൈര്യം ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പരസ്യമായി സഹായിച്ച തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായി എന്തുകൊണ്ട് സംസ്ഥാന പോലീസ് ഒരു എഫ്ഐആർ ഇടുന്നില്ല, ഒരു കേസെടുക്കുന്നില്ല? സർക്കാരിന്റെ ഔദ്യോഗിക എംബ്ലം വെച്ചുള്ള വിസിറ്റിംഗ് കാർഡുമായി ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളമായി വാങ്ങുന്ന IT ഫെലോ അരുൺ ബാലചന്ദ്രനെ നീക്കം ചെയ്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് സംസ്ഥാന പോലീസ് അദ്ദേഹത്തിനെതിരെ ഒരു കേസെടുക്കുന്നില്ല? മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് അഴിപ്പിടിച്ചിരിക്കുന്ന മറ്റ് അഴിമതിക്കാരെ കുറിച്ച് അവർക്കെതിരെ നടപടിയെടുക്കാൻ എന്താ മുഖ്യമന്ത്രി തയ്യാറാവാത്തത്? സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ സംഘമായി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി. ഇവിടെ ചില ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് ശതകോടിക്കണക്കിന് രൂപയുടെ ലാഭം അനധികൃതമായി ഉണ്ടാക്കി കൊടുക്കുന്ന ഇടപാടുകാരാണ് ഇവരെല്ലാം. ചില CPM നിയന്ത്രണത്തിലുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾ ശതകോടിക്കണക്കിന് രൂപയാണ് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയും രവീന്ദ്രനും എല്ലാം അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ അഴിമതിയും കൊള്ളയുമാണ് നടന്നിരിക്കുന്നത്. ഈ അഴിമതിക്കെതിരായി CPM എന്താണ് അവരുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് കൂടിയിട്ട് ഒരു നിലപാട് പ്രഖ്യാപിക്കാത്തത്? CPM ഒരു ആർജവമുള്ള രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം BJP സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. സർക്കാരിനെ ആരും അസ്ഥിരപ്പെടുത്തുന്നതല്ല, സർക്കാർ ഉണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് നടത്തിയ അഴിമതിയും കള്ളക്കടത്തും തട്ടിപ്പുമാണിത്. സർക്കാർ തകരുന്നുണ്ടെങ്കിൽ അത് സ്വയം കൃതാനർത്ഥം കൊണ്ട് മാത്രമാണ്, സർക്കാരിന്റെ ചെയ്തികൾ കൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ശുദ്ധീകരിക്കാൻ എന്തുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയെ ഉപദേശിച്ചില്ല? CPMന്റെ പല ഉന്നത നേതാക്കന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് ഇവരെല്ലാം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കാർഗോ ഹാൻഡ്ലിംഗ് വ്യവസായ വകുപ്പിന്റെ കീഴിൽ നടക്കുന്നതാണ്. ഈ കാർഗോ ഹാൻഡ്ലിംഗ് സംഘം UDF ഭരണകാലത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നു. LDF വന്നപ്പോൾ അത് ജയരാജന്റെ നിയന്ത്രണത്തിലായിരുന്നു മാത്രമേ ഉള്ളൂ. വലിയ അഴിമതിയും കൊള്ളയും തട്ടിപ്പുമാണ് അവിടെ നടക്കുന്നത്. ഒന്നും അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള ഒട്ടകപ്പക്ഷി നയമാണ് ശ്രീ പിണറായി വിജയൻ എടുക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല ഈ ഒട്ടകപ്പക്ഷി നയം.
ശ്രീ പിണറായി വിജയൻ അങ്ങ് ധാർമ്മികതയുടെ ഒരംശമെങ്കിലും അങ്ങിൽ ബാക്കിയുണ്ടെങ്കിൽ രാജിവെച്ച് അന്വേഷണത്തെ നേരിടാൻ തയ്യാറാവണം. അല്ലാതെ ഓരോ ദിവസവും പുതിയ പുതിയ ഇന്ന് പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിനെ ഒഴിവാക്കി, ഇന്നലെ അരുൺ ബാലചന്ദ്രനെ ഒഴിവാക്കി, ഇന്നലെ ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്തു. ഇതുകൊണ്ടൊന്നും കാര്യം അവസാനിക്കുന്നില്ല. അഴിമതി അങ്ങയുടെ ഓഫീസിലാണ് നടന്നിരിക്കുന്നത്. സ്വർണ്ണ കള്ളക്കടത്ത് അങ്ങയുടെ ഓഫീസിലാണ് നടന്നിരിക്കുന്നത്. അനധികൃത നിയമനങ്ങൾ മുഴുവൻ അങ്ങയുടെ ഓഫീസിലാണ് നടന്നിരിക്കുന്നത്. പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസിനെ മാറ്റുമ്പോൾ പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസും എക്സാലോജിക് അവരുടെ കമ്പനിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ജനങ്ങളോട് പറയണം. ഈ ശിവശങ്കരൻ എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ IT വ്യവസായ സംരംഭത്തിന് ഈ കാലയളവിൽ സഹായിച്ചത് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി ജനങ്ങളോടൊന്നും പറയണം. ശിവശങ്കരന്റെ സേവനം മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യവസായ സ്ഥാപനത്തിന്, ബിസിനസ് സംരംഭത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ടോ? ജനങ്ങളുടെ ന്യായമായ ചോദ്യമാണ്. ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. സുതാര്യമായിട്ട് അത് ജനങ്ങളെ അറിയിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ രാജിയിൽ കവിഞ്ഞൊന്നും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ തട്ടിപ്പിന്റെ പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരാണ്, മുഖ്യമന്ത്രിയുടെ സിൽബന്ധികളാണ്, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവതാര പുരുഷന്മാരും അവതാര മഹിളകളുമാണ്. ഈ NIA അന്വേഷണം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്താൻ കഴിയുമോ? അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയതുകൊണ്ടാണല്ലോ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ 10 മണിക്കൂർ ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ മതിൽ ചാടിക്കേറിയില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. മുഖ്യമന്ത്രിയുടെ വലങ്കയായ എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി സംരക്ഷിച്ചു നിർത്തുന്ന, മുഖ്യമന്ത്രി രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഗവർണറെ കാണാൻ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അത്രയും വേണ്ടപ്പെട്ട ആൾ, ആ ആളെയാണ് 10 മണിക്കൂർ ദേശീയ കസ്റ്റംസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ IT ഫെലോ ഈ അടുത്ത കാലത്ത് 2-ാം തീയതി ഇറക്കിയ ഉത്തരവിൽ പോലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട IT സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയിരുന്ന ആൾ അരുൺ ബാലചന്ദ്രൻ, CPM-ഉം സർക്കാരും ഇടനിലക്കാരൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില സഹകരണ സംഘങ്ങൾക്കും ചില ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്കുമെല്ലാം സഹസ്രകോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഇടനില നിൽക്കുന്ന അരുൺ ബാലചന്ദ്രൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനായിട്ടുള്ള രവീന്ദ്രൻ, ഇതിൽ കൂടുതൽ എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണുള്ളത്? ഇതിനേക്കാളും കുറെ കൂടി സാമ്പത്തിക വിഷയങ്ങളിൽ അന്വേഷണം CBI കൊണ്ടല്ലേ കഴിയാം? അല്ല, കേരളത്തിൽ നടന്ന ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് FIR ഇടാനുള്ള എല്ലാ അവസരവും ഒത്തു വന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപ സംഘങ്ങളും അവതാരങ്ങളും നടത്തിയ ഈ അഴിമതിക്കെതിരെ ഒരു ചെറിയ നടപടിയെങ്കിലും എടുക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ലല്ലോ. അവരെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അതിപ്പോ NIA-യുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങളിൽ മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കേണ്ടതാണെങ്കിൽ ആ കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടാകും. ഏത് ഏജൻസിയാണോ അന്വേഷിക്കേണ്ടത് ആ ഏജൻസി വ്യക്തമായി അന്വേഷണത്തിന് വരും. അതിനെക്കുറിച്ചുള്ള ആശങ്ക ഇന്ന് കേരളത്തിൽ ആർക്കുമില്ല. ആശങ്കയുള്ളത് മുഖ്യമന്ത്രിയുടെ നടപടിയെ സംബന്ധിച്ചാണ്. ഈ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട പറഞ്ഞ വിഷയങ്ങൾ വന്നപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന ഒരു നിലപാട് അടക്കാതെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അയ്യോ, സ്പ്രിംഗ്ലറിലല്ലോ ഞങ്ങൾ അനുകൂലിക്കുന്നത്. കൊറോണ കാലത്തുള്ള റിലീഫ് ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയെല്ലാം നിങ്ങൾ ഉണ്ടാക്കുന്ന കഥകൾ മാത്രം. രവീന്ദ്രനാണ് ഈ ഇടനിലയുടെ മുഴുവൻ പ്രധാനപ്പെട്ട വക്താവ്. മറ്റൊന്ന് ഒരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്, ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമമായിട്ടുള്ള ജനം TV ബോംബ് വെച്ച് തകർക്കുമെന്നുള്ള IS ഭീഷണി കേരള പോലീസിന് തന്നെ ലഭിച്ചിരിക്കുന്ന ഭീഷണിയാണ്. വളരെ ഗൗരവത്തോടെ ഈ കാര്യം ഗവൺമെന്റ് കാണണമെന്ന്
ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ജനം TV ഓഫീസിനും സ്റ്റുഡിയോയ്ക്കും വിവിധ ബ്യൂറോകൾക്കും ആവശ്യമായിട്ടുള്ള സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് ഞാൻ പോലീസ് DGPയോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും IS റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള പല സുപ്രധാനമായിട്ടുള്ള വാർത്തകളും പൊതുജനമധ്യത്തിൽ നിർഭയം എത്തിച്ചതിനുള്ള സ്വാഭാവികമായിട്ടുള്ള അവരുടെ പ്രതിഷേധം നേരത്തെ തന്നെയുണ്ട്. ഈ സന്ദർഭത്തിൽ അവരത് ശക്തമാക്കുന്നുവെന്ന് മാത്രമേ. CBI അന്വേഷണ സാധ്യതയുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ CBI ഉൾപ്പെടെയുള്ള മറ്റ് ഏജൻസികൾ വരണമെന്ന് തോന്നുകയാണെങ്കിൽ, കാണുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും.